എല്ലാവർക്കും നമസ്കാരം. ചർവാകം എന്ന പേരിലുള്ള ദേശീയ ശാസ്ത്ര യുക്തിചിന്താ സെമിനാറിൽ എന്നെയും ക്ഷണിച്ചതിൽ വളരെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അതിന് കാരണം നമ്മുടെ ലോകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത്, അല്പാൽപ്പം നമ്മുടെ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന വിധ്വംസക ചിന്തകളുടെ, വിപരീത യാത്രകളുടെ അവസ്ഥ കണ്ടിട്ട് വളരെ ദുഃഖിതനും ആശങ്കാകുലനുമായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും വരുന്ന വാർത്തകളും അവിടെ നടക്കുന്ന സംവാദങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോൾ മനുഷ്യൻ പ്ലസ്സായിക്കൊണ്ടിരിക്കുന്നൊരു ജീവിയാണ് എന്ന എൻ്റെ ധാരണ പലപ്പോഴും തിരുത്തേണ്ടി വരുന്നു. പക്ഷിമൃഗാദികൾക്ക് പ്ലസ് ഇല്ല. ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ഈ ഭൂമിയിലുണ്ടായിരുന്ന ആനകൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. പക്ഷികളും മൃഗങ്ങളും എല്ലാം അതുപോലെ ജീവിക്കുന്നു. മനുഷ്യൻ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയും വികസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജീവിയാണ് എന്നാണ് എൻ്റെ ധാരണ. പുതുക്കിക്കൊണ്ടിരിക്കുകയും വികസിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ജീവിയാണ്. അതവൻ്റെ ബുദ്ധിശക്തി കൊണ്ടാണ്, ചിന്താശക്തി കൊണ്ടാണ്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ചരിത്രത്തിൻ്റെ കുതിരപ്പുറത്ത് തലതിരിഞ്ഞ് പിറകോട്ട് നയിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് ഭൂരിപക്ഷം കിട്ടുന്നൊരു നാട്ടിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. ആകാശത്ത് നക്ഷത്രങ്ങൾ ഒരുപാടുണ്ടായാലും വെളിച്ചം കിട്ടാൻ ഒരു മാർഗവുമില്ല രാത്രിക്ക്. എന്നാൽ പകലിനൊരൊറ്റ നക്ഷത്രം കൊണ്ട് എല്ലായിടത്തും വെളിച്ചം കിട്ടുന്നു എന്നൊരു പ്രയോഗം വയലാറിൻ്റെ ഒരു പാട്ടിലുണ്ട്. ഓർമ്മയുണ്ടോ? അദ്വൈതം ജനിച്ച നാട്ടിൽ എന്നൊരു പാട്ടിൽ പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ, ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി, വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. ഭൂരിപക്ഷം പറഞ്ഞാൽ കായ വഴുക്കണമെന്നില്ല. അസത്യം സത്യമാകാൻ ഭൂരിപക്ഷം പറഞ്ഞാൽ മതിയോ? പോരാ. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം അതാണ്. അന്ധരെ അന്ധർ നയിപ്പൂ എന്ന പ്രയോഗം കുമാരനാശാൻ്റെതാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും അതിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളി എന്തെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ ആപത്തുണ്ട്. നമ്മുടെ മനുഷ്യൻ്റെ, ഈ ഭാരതത്തിലുള്ള മനുഷ്യൻ്റെ വൈജ്ഞാനികമാവട്ടെ അവൻ്റെ സാംസ്കാരികമാവട്ടെ ചരിത്രം രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, സ്വതന്ത്രമായി ഗണവ്യവസ്ഥയുള്ള കാലഘട്ടം, സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുടെ കാലഘട്ടം. പോഞ്ഞിക്കര റാഫി, സബീന റാഫി ദമ്പതികൾ എഴുതിയ ശുക്രദശയുടെ ചരിത്രം, കലിയുഗം എന്ന 2 പുസ്തകങ്ങൾ വായിച്ചവരുണ്ട് ഇവിടെ. ആ പുസ്തകങ്ങളിൽ ഗണവ്യവസ്ഥയെക്കുറിച്ച് വളരെ മനോഹരമായി പറയുന്നുണ്ട്. അന്നവരാരും തന്നെ ദൈവത്തിൻ്റെയോ മതത്തിൻ്റെയോ അടിമകളായിരുന്നില്ല. സ്വതന്ത്രമായി ചിന്തിക്കുകയും ചിന്തിക്കുന്നതെല്ലാം എഴുതുകയും എഴുതുന്നതെല്ലാം പറയുകയും ചെയ്തിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മതങ്ങൾ ഉണ്ടായിരുന്നില്ല, ദൈവങ്ങളും ഉണ്ടായിരുന്നില്ല. അന്നത്തെ പരിമിതമായ അറിവ് വെച്ചിട്ട് പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നിരിക്കാം, പ്രത്യക്ഷ ദൈവമായ സൂര്യനെ പ്രാർത്ഥിച്ചിരുന്നിരിക്കാം. അതാണ് സൂര്യഗായത്രി, വേദങ്ങൾ ചൊല്ലുമ്പോൾ പോലും സൂര്യഗായത്രി മന്ത്രം ചൊല്ലുന്നത്. ശ്രീരാമൻ, രാമായണം മുഴുവൻ വായിച്ചാലും ശ്രീരാമൻ ഒരു അമ്പലത്തിലും പോയിട്ട് ഒരു ദൈവത്തെയും പ്രാർത്ഥിച്ചതായിട്ട് എവിടെയും കാണില്ല. ശ്രീകൃഷ്ണനും ഒരമ്പലത്തിൽ പോയിട്ട് ഒരു ദൈവത്തെയും പ്രാർത്ഥിച്ചതായി കാണില്ല. ശ്രീരാമൻ പ്രാർത്ഥിച്ചത് ഗംഗാനദിയെയും സമുദ്രദേവനെയും സൂര്യനെയും മാത്രമാണ്.
പ്രകൃതി ശക്തികളെ മാത്രം പ്രാർത്ഥിച്ചിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടായിരുന്നു, വിസ്ഡം എറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. കിഴക്ക് നമ്മളാണ്, അവർ പടിഞ്ഞാറാണ്. അതിന് കാരണം, ഒറ്റ പേരുകളില്ലാത്ത നാട്ടിലാണ് ഏതാണ്ട് 35,000 അർത്ഥമുള്ള പേരുകൾ ഉണ്ടാക്കിയിട്ട് 18 പുരാണങ്ങൾ എഴുതുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പേരുകളൊക്കെ പുരാണത്തിൽ നിന്നാണ് വന്നത്. അതിനു മുമ്പ് പേരുണ്ടോ? ഈ ലോകത്ത് സകലതിനും പേര് കൊടുത്തത് മനുഷ്യനാണല്ലോ. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഭൂമിക്കെന്നോ ആകാശമെന്നോ സ്വർഗമെന്നോ പാതാളമെന്നോ നരകമെന്നോ ചന്ദ്രനെന്നോ സൂര്യനെന്നോ വിഷ്ണു എന്നോ ശിവനെന്നോ ഒന്നും പേരുണ്ടായിരുന്നില്ല. എല്ലാറ്റിനും പേര് കൊടുത്തത് നമ്മളാണ്. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് പറയുമെങ്കിലും ആ വിവരം ഇതുവരെ സിംഹം അറിയില്ല. നമ്മൾ നിശ്ചയിച്ചതാ. അതറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണമെന്ന് പറയും, ഇന്നോവ കാറ് വേണം സഞ്ചരിക്കുക എന്ന് പറയും. അതിൻ്റെ പേരിൽ കസേര ഉണ്ടാക്കിയിട്ട് നമ്മൾ സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും അതിന് കസേര പോയിട്ട് ഒരു ഓലത്തടുക്ക് പോലും ഇരിക്കാനില്ല. എല്ലാറ്റിൻ്റെയും സൂക്ഷ്മതയെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അതിന് പേരുണ്ടായത്. പേര് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പേരല്ല. ആ പേര് അതിൻ്റെ യുണീക്ക് ഐഡൻറ്റിറ്റിയെ തിരിച്ചറിഞ്ഞിട്ടാണെന്ന് പേരിട്ടത്. ഇന്നിരുന്ന പോലത്തെ പേരല്ല. ആ പേരുകൾ ഉണ്ടാക്കി 35,000 പേരുകൾ ഉണ്ടാക്കിയ ചെറിയ ബുദ്ധിയല്ലല്ലോ. ആ 35,000 പേരുകളെ കൂട്ടി ഇണക്കിയിട്ട് കഥകൾ ഉണ്ടാക്കിയില്ലേ? എത്ര കഥകളാണ്! എന്ത് രസമുള്ള കഥകളാണ്! ആ കഥകൾ ഒരു ചെറിയ ബുദ്ധിയല്ലല്ലോ. ഉപനിഷത്തുകൾ എഴുതിയതും വേദങ്ങൾ എഴുതിയതും വേദാന്തം എഴുതിയതും ബ്രാഹ്മണങ്ങൾ എഴുതിയതും ചെറിയ ബുദ്ധിയല്ലല്ലോ. ആനന്ദവർദ്ധനൻ ധ്വന്യാലോകം എഴുതുന്നതും ഭരതമുനി നാട്യശാസ്ത്രം എഴുതുന്നതും ചെറിയ ബുദ്ധിയല്ലല്ലോ. ഈ ബുദ്ധിയുള്ള കാലം അതൊക്കെ പോട്ടെ. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഇല്ലേ? നളന്തയും തക്ഷശിലയും സർവകലാശാലകൾ ഉണ്ടായിരുന്നില്ലേ? അതും പോട്ടെ. നമ്മുടെ മോഡേൺ മെഡിസിൻ വരുന്നത് 1-2 നൂറ്റാണ്ടിന് ഇപ്പുറത്താണല്ലോ. മെൻഡലിയഫിൻ്റെ പട്ടികയും 104 മൂലകങ്ങളും, ആ മൂലകങ്ങൾ ലാബറട്ടറികളിൽ രാസത്വരക ശക്തി കണ്ടെത്തി ടെസ്റ്റ് ട്യൂബും ഫണൽ ഉപയോഗിച്ച് പരീക്ഷണം നടത്തി പുതിയ മിക്സിങ്ങിലൂടെ പുതിയ മരുന്നുകൾ ഉണ്ടാക്കുകയും രോഗം നിർണ്ണയിക്കാൻ വേണ്ടി സ്റ്റെതസ്കോപ്പും മൈക്രോസ്കോപ്പും എക്സ്റേയും സ്കാനിങ്ങും മെഷീനൊക്കെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടാണല്ലോ ആധുനിക ചികിത്സാ സമ്പ്രദായം ഉണ്ടായത്. എന്നാൽ ഈ ഒരു ലാബറട്ടറി ഇല്ലാത്ത കാലത്ത്, ഒരു മൈക്രോസ്കോപ്പും സ്റ്റെതസ്കോപ്പും ഇല്ലാത്ത കാലത്താണ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും വള്ളികളുടെയും ചെടികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും ഒരൊറ്റ ലാബറട്ടറിയേ ഉള്ളൂ. അത് വായയാണ്. വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തിയിട്ട് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കഫത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് ആയിരക്കണക്കിന് കഷായവും അരിഷ്ടവും ലേഹ്യവും ബടകവും തൈലങ്ങളും ഗുളികകളും എഴുതി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും നമ്മുടെ നാട്ടുകാരായിരുന്നു. ഇത്രയും ബുദ്ധിമാന്മാര് അന്ന് ഇന്ത്യയിലുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഹാളിലുള്ള ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഈ ഹാളിൽ കാണുന്ന ഏതെങ്കിലും ഒരു സാധനം ഇത്രയും ബുദ്ധിമാന്മാരുടെ നമ്മുടെ നാട്ടിൽ? ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ബൾബ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഞാൻ വന്ന ട്രെയിന് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കാറ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ചതാണ്. എന്തേ? ഈ ബൗദ്ധിക മണ്ഡലത്തിൻ്റെ വികാസത്തെ തടസ്സപ്പെടുത്തിയ ഒരു ഭീകര രാക്ഷസനായിരുന്നു സനാതന മൂല്യം എന്ന് ഇന്ന് കൊട്ടിഘോഷിക്കുന്ന സാധനം. അറിയണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ബുദ്ധിയുടെ വികാസ പ്രക്രിയയെ തടസ്സപ്പെടുത്തിക്കൊണ്ട്, ബുദ്ധിയിൽ പണ്ട് എഴുതി വെച്ചതെല്ലാം മാറിയിട്ട് പിന്നീട് തത്വശാസ്ത്രം മനുഷ്യനുമായി കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് അന്നത്തെ മനീഷികളായ സർഗധനന്മാരായ കവികൾ എഴുതി വെച്ച കഥകൾ അതാണ് സത്യം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിൻ്റെ ഊർജത്തിൽ നിന്ന് ദൈവത്തെ സൃഷ്ടിച്ച് ആ ദൈവത്തെ കൊണ്ട് ദൈവത്വങ്ങളെ ഉപയോഗിച്ച് കുറേ നിയമങ്ങൾ ഉണ്ടാക്കി. ആ നിയമങ്ങളാണ്
സത്യം ഇത് പുതുക്കാൻ പാടില്ല, ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അതാ സനാതന മൂല്യം. പിന്നീട് വന്ന പുരോഹിതന്മാർ, മതപുരോഹിതന്മാർ, പൗരോഹിത്യം മതം എന്ന് പറഞ്ഞൊരു മതമുണ്ട്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആർദ്രതയെയും അതിൻ്റെ മൂല്യത്തെയും വർണ്ണിക്കുന്ന വിധത്തിലാണ് മതചിന്തകൾ ഉത്ഭവിച്ചതെങ്കിലും ആ മതചിന്തകൾ പിന്നീട് ചൂഷണത്തിനുള്ള ഉപാധിയായിട്ട് ദൈവത്തെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയ സൂത്രപ്പണിയാണ് ചാതുർവർണ്ണ്യം. ചൂഷണത്തിനുള്ള ഉപാധിയായി ദൈവത്തെ ഉപയോഗിക്കാം. ആ ചൂഷണം പിന്നീടിപ്പോൾ വോട്ട് കിട്ടാനും പൈസ ഉണ്ടാക്കാനുള്ള ഉപാധിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരേന്ത്യയിൽ സ്കൂളുകൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം 50,000 സ്കൂൾ പൂട്ടി കേട്ടോ. 50,000 സ്കൂൾ പൂട്ടി. പഠിക്കാൻ കുട്ടികളില്ല. ജനസംഖ്യ വർധന വല്ലാതെ വർദ്ധിക്കുമ്പോഴാണ് പഠിക്കാൻ കുട്ടികളില്ലാത്തത്. കാരണം ഈ ഹൈടെക് ആയി പഠിച്ചിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് കിട്ടുന്നത് 15,000-20,000 ഉറുപ്പ്യല്ലാണ് ശമ്പളം. എന്നാൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ ഏതെങ്കിലും ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിൽ കണ്ണും പൂട്ടി ഇരുന്നിട്ട് ഒരു വിവരവും വേണ്ട, ഒന്നും വേണ്ട, 2 ഉറഞ്ഞു തുള്ളിയാൽ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട്, ആ പറ്റുമെന്ന് നാട്ടിൽ പ്രചരിപ്പിക്കും. പിന്നെ എന്തിനാ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നത്? ഇഷ്ടം പോലെ കാശ് കിട്ടുകയാണ്, അതിൻ്റെ പുറകെ ഓടുകയാണ് ആളുകൾ. അപ്പൊ ദൈവത്തെ ചൂഷണത്തിനും അധികാരത്തിനും പണത്തിനുമുള്ള ഉപാധിയാക്കാൻ വേണ്ടി ഉപയോഗിച്ച കണ്ടുപിടുത്തമാണ് പൗരോഹിത്യമതം. ആ പൗരോഹിത്യമതം എന്താണ്? അകർമ്മണ്യതയുടെ പ്രതീകമായിരുന്നു. എന്താ ഇന്ത്യ രാജ്യം തകർന്നു പോയത്? ഇന്ത്യ രാജ്യം പട്ടിണി റാങ്കിങ്ങിൽ 103-ാം സ്ഥാനത്താണിപ്പോൾ. 102 രാജ്യങ്ങളുടെ പുറകെയാണ്. ബ്രാഹ്മണന്റെ കുട്ടികൾ മരിച്ചു പോയപ്പോൾ അടുത്ത കുട്ടി മരിച്ചാൽ ഞാൻ രക്ഷിക്കാമെന്ന് ശപഥം ചെയ്തിട്ട് ആ കുട്ടി ചാവള്ളിയായി ജനിച്ചപ്പോൾ തീയിൽ തുള്ളി മരിക്കാൻ ശ്രമിച്ച അർജുനനെയും കൂട്ടിയിട്ട് നേരിട്ട് സ്വർഗത്ത് പോയ കൃഷ്ണന്റെ കഥയുണ്ട് ഭാഗവതത്തിൽ. എന്നിട്ട് ബ്രാഹ്മണന്റെ 9 മക്കളെയും കൂട്ടി തിരിച്ചു വരുന്ന കഥ. അങ്ങനെയാണ് കൃഷ്ണന് സന്താന ഗോപാലകൃഷ്ണൻ എന്ന് പേര് വന്നത്. ആ സന്താന ഗോപാലകൃഷ്ണന്റെ ജന്മനാടായ മധുര, ഉത്തര മധുരാപുരി ഇരിക്കുന്ന UP-യിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മരിക്കുന്നത്. ലോകത്ത് 3-ാം സ്ഥാനത്താണ് കുട്ടികൾ മരിക്കുന്നതിൻ്റെ എണ്ണത്തിൽ. ഇന്ത്യ ലോകത്ത് 3-ാം സ്ഥാനത്താണ്. മരിക്കാതിരിക്കുന്നതെല്ലാം മരിക്കുന്നതിൽ. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്ര പുറകോട്ട് പോയത്? അറിവിനെയും അധ്വാനത്തെയും കൂട്ടിക്കലർത്തുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ കൃത്യവും വ്യക്തവുമായിട്ട് ഇത് പറയാൻ കാരണമുണ്ട്. ഗീതാഞ്ജലി ഇന്നാ എഴുതിയെങ്കിൽ അയാൾക്ക് അടി ഉറപ്പാ ബജ്രംഗ് ദളിന്റെ. എന്താണ് ഇത് എഴുതിയത്? ഭജനം പൂജനമാരാധനയും സാധനയും ഹേ നിർത്തുക സാധോ എന്നാണ്. നിർത്തിക്കളന്നവർ. നിജ ദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീരുദ്ധ കവാടം. ദേവാലയ മൂലയിൽ വാതിലും അടച്ചിട്ട് എന്തിനായിരിക്കുന്നത്? നിവൃതമിരുട്ടിൽ നിഗൂഢമിരുന്ന് നീ ധ്യാനിക്കും ദൈവതമവിടെ നിലകൊൾവീല. ഇത്രയും കട്ടൻ റൈറ്റ് ആയിട്ട് ഒരു യുക്തിവാദിയും പറഞ്ഞിട്ടില്ല അയാളുടെ ദൈവം ഇല്ലെന്ന്. അവിടെ നീ ധ്യാനിക്കുന്ന ദൈവവും അവിടെ ഇല്ല. നിമീലിത ലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ. പൂട്ടിയ കണ്ണ് തുറന്നിട്ട് നന്നായി നോക്കൂ. എൻ്റെ കുടുംബത്തിൽ നിന്ന് പണ്ട് ഗുരുവായൂർ തൊഴാൻ പോവാ കുറേ സ്ത്രീകൾ. കൂട്ടത്തിൽ എൻ്റെ മോനെയും കൂട്ടി, ചെറിയ മോനാ. തിരിച്ചു വന്നിട്ട് എൻ്റെ മോൻ എന്നോട് പറയാ, 4 മണിക്കൂർ ക്യൂ നിന്നിട്ടാ നടേൻ്റെ മുമ്പിലെത്തിയത്. മൊബൈൽ ഫോൺ എടുക്കാൻ പറ്റില്ല, ബോറടിച്ച് ചത്തുപോയി. അവിടെ എത്തിയപ്പോഴാണ് ഈ അച്ചമ്മയും അമ്മമ്മയും വെറും പൊട്ടത്തികളാന്ന് മനസ്സിലായത്. എന്താ അവിടെ എത്തിയിട്ട് കണ്ണും പൂട്ടി പ്രാർത്ഥിക്കുക? കണ്ണ് പൂട്ടാനാണെങ്കിൽ വീട്ടിൽ നിന്ന് പൂട്ടിയാൽ പോരെ, അവിടെ പോയി പൂട്ടണോ? അവിടെ കാണാനല്ലേ പോയെന്ന്. അപ്പോഴാണ് ഈ ടാഗോറിന്റെ വരികൾ, നിമീലിത ലോചനമൊന്നു തുറക്കൂ, നന്നായി നോക്കൂ. പൂട്ടിയ കണ്ണ് തുറന്നിട്ട് നോക്കൂ. എവിടെയാ ദൈവം? കരിനില മുഴുമ കർഷകരോടും
വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളരോടൊത്തും ചേർന്നമരുന്നു ദൈവം മണ്ണാർന്നിരു കൈകളിലും കൂടെ ചെളിയിലിറങ്ങൂ കളയൂ ശുഭ്രം വസ്ത്രം. അടുത്താണ് ടാഗോർ ഈ പൗരോഹിത്യ മതത്തിന്റെ കടക്കൽ കത്തിവെച്ചത്. കൊതിയോ മുക്തിയിൽ മുക്തിയിരിക്കുവതെവിടെ, നിനക്കെങ്ങത് കിട്ടും? മോക്ഷമാണല്ലോ. ഈ മരിച്ചു കഴിഞ്ഞാലുള്ള ലോകത്തെ കാണിച്ചിട്ട് ഈ ജീവിതത്തെ ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് മതം എന്ന് പറയുന്നത്. മരണം ഒരു നാൾ ഓർക്കുക മർത്യാ നീ, അല്ലെ, തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമോടുവിൽ വഞ്ചിത നടുവിൽ. ഇത് മൂന്നാൾ ഒരേ ടീമാണ്. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. മരണാനന്തരം എന്താണെന്ന് ഇതുവരെ മരിച്ചിട്ട് പോയിട്ട് ഞാൻ അമ്പലത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൽ ചോദിക്കലുണ്ട്. മരിച്ചു പോയിട്ട് ഏതെങ്കിലും സ്വാമിയോ ഉസ്താദോ പള്ളിയിലച്ഛനോ എന്തെങ്കിലും ഒരു വിവരം ഇങ്ങോട്ട് വാട്സപ്പിൽ ഇട്ട് തന്നോ? അജ്ഞതയെ ഉപയോഗിച്ച് ജ്ഞാതമായ ജീവിതത്തെ ചൂഷണം ചെയ്യുന്ന തട്ടിപ്പ് പരിപാടിക്കാൻ മതം എന്ന് പറയാം. അജ്ഞാതമായിരിക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മരണാനന്തരം എന്താന്ന് ഒരു പിടിയില്ല. ആ പിടിയില്ലാത്തതുകൊണ്ട് ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം വിളിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ജാഥക്ക് പോകുമ്പോൾ വഴി സൈഡിൽ വിളക്ക് കണ്ടെങ്കിൽ ഇങ്ങനെയാക്കി നട്ടിട്ടുണ്ടോ? എന്തിനാണെന്നറിയോ? മരിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ജില്ലാ സെക്രട്ടറീൻ്റെ കത്തെടുക്കൂലല്ലോ, അവിടെ മുന്നോട്ടേ എന്ന് വിചാരിച്ചിട്ടാ. ഈ മരണാനന്തര ലോകത്തിൻ്റെ അറിവില്ലായ്മയെ മുതലെടുക്കലാണ് ദൈവവിശ്വാസം. മോക്ഷം സങ്കല്പം മരണത്തിന് ശേഷം ഇൻഫിനിറ്റീവാണ്. ഈ ലോകത്തിൻ്റെ അറ്റം അറിയില്ല. അപ്പോൾ കാലബോധം ഉണ്ടായപ്പോഴാണ് ഈ ദൈവം ഉണ്ടായത്, അല്ലേ? ദൈവം എങ്ങനെയുണ്ടായേ? കാലബോധമുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാ. മനുഷ്യന് മുമ്പ് ദൈവങ്ങളൊന്നും ഇല്ലാത്തത് വർത്തമാനകാലമേ ഉള്ളൂ, ഭൂതകാലമില്ല. എവിടെ നിന്നോ വന്നു ഞാൻ എന്നില്ല, എവിടേക്കോ പോണു ഞാൻ എന്നുമില്ല. ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസേ ഉള്ളൂ. ആർക്ക്? പക്ഷിമൃഗാദികൾക്ക്. നമുക്ക് ഓർമ്മകൾ ഉണ്ടായപ്പോഴാണ് ഇത് ഉണ്ടായതാന്ന ചിന്തയുണ്ടായത്. അപ്പൊ ഉണ്ടാക്കിയ ഒരാൾ വേണ്ടേ? ഒരു കാരണഭൂതം വേണ്ടേ? കാരണഭൂതൻ എന്ന വാക്കിന് ഹീബ്രു ഭാഷയിൽ പറയുന്ന യഹോവ. യഹോവ എന്ന വാക്കിന് കാരണഭൂതൻ എന്നർത്ഥം. ബ്രഹ്മത്തെ സൃഷ്ടിച്ചവൻ ബ്രഹ്മാവ്. ഇത് ഉണ്ടാക്കിയവൻ ഒരാൾ വേണ്ടേ? കാലബോധമുള്ളത് കൊണ്ടാണ് ദൈവബോധം ഉണ്ടായത്. കാലബോധത്തിൽ നിന്നാ ദൈവബോധം ഉണ്ടായത്. അറിയണം. ദൈവമുണ്ടായതാണെന്ന് അമ്പലത്തിൽ പോയി പ്രസംഗിക്കാൻ ധൈര്യം വേണം. ദൈവമുണ്ടായതാണ്, ഉണ്ടാക്കിയതാണ്. മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കിയതാണെന്നല്ലേ പറയുന്നത്. കാലബോധത്തിൽ നിന്ന് ദൈവത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കി എന്നല്ലേ. മരിച്ചുപോയ ദൈവങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട് എനിക്ക് മരിച്ചുപോയ ദൈവങ്ങൾ. മതങ്ങൾ ജനിക്കും, മതങ്ങൾ മരിക്കും, മനുഷ്യനൊന്നേ വഴിയുള്ളൂ എന്നൊരു പാട്ടതാ. ഒരുപാട് ദൈവങ്ങൾ മരിച്ചുപോയി ഈ ഭൂമിയിൽ. ഭാരതത്തിലും മരിച്ചുപോയ ദൈവങ്ങളുണ്ട്, ആരും പ്രാർത്ഥിക്കാത്ത ദൈവം. അപ്പൊ ഈ കാലബോധത്തിൽ നിന്നാണ് ദൈവബോധം ഉണ്ടായത്. ഈ കാലബോധം വന്നപ്പോഴാണ് മരണാനന്തരം ഇനിയും കാലം നീളുമല്ലോ, അപ്പൊ ഞാൻ ഉണ്ടാവില്ലല്ലോ എന്ന ഭയം ഉണ്ടായത്. ഈ ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സൂത്രപ്പണിയായിരുന്നു മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംവിധാനമുണ്ട്. ഏത്? മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംവിധാനമുണ്ട്, സ്വർഗമുണ്ട് നരകമുണ്ട് എന്നൊക്കെ. അവിടെ ഹൂറിമാറുണ്ട്, അപ്സരസുകളുണ്ട്. അത് ആണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്കോ? പെണ്ണുങ്ങൾ മരിച്ചാൽ അവർക്കാരുള്ളു. ആണുങ്ങൾ മരിച്ചാൽ ഉർവശിയും മേനകയും രംഭയും തിലോത്തമയുണ്ട്. പെണ്ണുങ്ങൾ മരിച്ച അവിടെ ദിലീപും രാഹുൽ മാങ്കൂട്ടും ഉണ്ടോ? ഉണ്ടോ? അവിടെ വേണ്ടേ? നിങ്ങൾ ആലോചിച്ചു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അത് അന്ന് ചോദ്യം ചെയ്യാൻ പെണ്ണുങ്ങൾ ഉണ്ടായില്ല. അതെന്താ? ഞങ്ങൾക്ക് മരിച്ചാൽ ഒന്നും വേണ്ടേ, ഇതൊന്നും വേണ്ടേ. അപ്പൊ അത്തരത്തിൽ ഈ മരണാനന്തര ലോകത്തിലുള്ള ജീവിതത്തിന് ശേഷമുള്ള ഭാവി കാലത്തിൻ്റെ
അവ്യക്തതകളെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ദൈവങ്ങൾ മതങ്ങളെ ഉണ്ടാക്കിയത്. അങ്ങനെ മതങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ ദൈവമായിട്ട് കണക്ഷൻ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് 4 വർണ്ണങ്ങളാക്കിയത് എന്തൊരു സൂത്രം എന്നറിയോ? എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിന്റെ വികാസം ഇല്ലാതിരുന്നത് പ്ലസ് ഇല്ലാത്തത് കൊണ്ടാണ്. എന്തായി പ്ലസ് എന്നറിയാവോ? പ്ലസ് എന്ന് പറയുന്നത് അധ്വാനവും ചിന്തയും ചേർന്നതാണ്. അധ്വാനം എക്സ് ആക്സിസും ചിന്ത വൈ ആക്സിസുമാണ്. ആഴത്തിലുള്ള ചിന്ത, അതാണ് ഈ പ്ലസ്. ഇന്ത്യ രാജ്യത്ത് അറിവുള്ളവൻ ഒരു പണിയെടുക്കൂല, യുദ്ധം ചെയ്യാൻ പോലും എനിക്ക് പറ്റൂല, അതുകൊണ്ടാണ് ക്ഷത്രിയനാക്കിയത്. ഇതെല്ലാം എഴുതി വെച്ച ബ്രാഹ്മണൻ എന്ത് ചെയ്തു? അവന് രാജ്യം എന്നാൽ പിന്നെ അവന് രാജ്യം ഭരിച്ചൂടെ? പറ്റില്ല. അന്നേരം കുറച്ച് പണിയുണ്ട്. രാജ്യം ഭരിക്കൽ കുറച്ച് മെനക്കെടല്ലേ? പൂജ നടത്താനും മന്ത്രം ചൊല്ലാനും ഒരു പണിയില്ല എന്ന് കുറച്ച് ഓർമ്മശക്തി മതി. ഞാനിങ്ങനെ ആലോചിക്കുക, 27 ലക്ഷം അമ്പലങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്. ഈ രാജ്യത്ത് അമ്പലത്തിന് വേണ്ടി മെനക്കെടുന്ന ആളുകളുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആളുകളാണ്. പള്ളിക്ക് വേണ്ടി അമ്പലത്തിന് വേണ്ടി മെനക്കെടുന്ന ആളുകൾ. ആ പള്ളി എടുക്കാനും അമ്പലം എടുക്കാനും അമ്പലത്തിൽ ഉത്സവം നടത്താനും പൂജ നടത്താനും അവിടെ വയത് പറയാനും അവിടെ ഇതൊക്കെ എല്ലാം കൂടി ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് ഒരു 5-10 കോടി മനുഷ്യർ ദൈവവുമായി കണക്ട് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. ഇവരുടെ മുഴുവൻ അധ്വാനം ഫുൾ സീറോയിലല്ലേ എത്തുന്നത്. ഒന്നിനും ഒരു ഉപകാരമില്ലല്ലോ. ഒരു നേട്ടവും രാജ്യത്തില്ലാത്ത ഈ അത്ര ആളുകൾ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ അമേരിക്കേൻ്റെ അടുത്തെത്തും. ഇവര് മുഴുവൻ പണിയെടുത്തിരുന്നെങ്കിൽ. അറിവുള്ളവർ ഒരു പണിയെടുക്കില്ല, പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ല. അതാ സനാതനം. മനസ്സിലായോ? സനാതനം എന്ന് പറഞ്ഞാൽ എന്താ? അറിവുള്ളവർ ശ്ലോകം ചൊല്ലിയിരിക്കും, അല്ലേ? എന്ത് ശ്ലോകം? തരിൽ തന്വീ കടാക്ഷഞ്ചല മധുപകുലാരാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാഗര നികര തമോ മണ്ഡലീ ചണ്ഡഭാനോ നേരത്താതെന്നും നീയന്തുടുകുറികളെയാതെന്നുമേഷാ കുളിക്കും നേരത്തിന്നിപ്പുറം വിക്രമ നിർവര ധരാഹന്ത കൽപ്പന്തതോയേ എന്ന് കാക്കശ്ശേരി നമ്പൂതിരി ചൊല്ലിയപ്പോ ഉദ്ദണ്ണ ശാസ്ത്രികൾ അവിടെ ഉണ്ടായിരുന്നു സാമൂതിരിയുടെ സദസ്സിൽ. ആ ധരാഹന്ത എന്ന പ്രയോഗത്തിന് അന്തഹന്തക്കിന്ത പട്ട് എന്ന് പറഞ്ഞ് പട്ട് കൊടുത്തു. ശ്ലോകം ചൊല്ലു. അക്ഷരങ്ങളെ വെച്ചിട്ട് വ്യാഖ്യാനിച്ച് സമസ്യകൾ പൂരിപ്പിച്ച് മുറുക്കി തുപ്പി വെടിയും പറഞ്ഞിരിക്കുമ്പോൾ തിന്നണ്ടേ, അതിനാണ് ദക്ഷിണ കൊടുക്കണം എന്ന് പറഞ്ഞത്. നമ്പൂരിക്ക് ദക്ഷിണ കൊടുത്താൽ PT ഭട്ടതിരിപ്പാടിന്റെ കൃതിയിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്ത്? ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം തു ദൈവതം മന്ത്രം ബ്രാഹ്മണാധീനം ബ്രാഹ്മണോ മമ ദൈവതം. ജഗത്ത് മുഴുവൻ ദൈവത്തിനധീനമാണ്, ദൈവം മന്ത്രത്തിനധീനമാണ്, മന്ത്രം ബ്രാഹ്മണനധീനമാണ്. അതുകൊണ്ട് എൻ്റെ ദൈവം ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന് ദക്ഷിണ കൊടുക്കുക. ആ ദക്ഷിണ കൊടുത്താൽ എനിക്ക് അങ്ങ് സ്വർഗം കിട്ടും. എവിടെ? മരിച്ചുപോയ സ്വർഗം കിട്ടും. അങ്ങനെ ദക്ഷിണ വാങ്ങി പണിയെടുക്കാതെ ജീവിക്കുവാനുള്ള ഏറ്റവും നല്ല സൂത്രപ്പണിയായിരുന്നു ചാതുർവർണ്ണ്യത്തിലെ ദൈവകാര്യങ്ങൾ ചെയ്യുന്നവൻ ബ്രാഹ്മണൻ. രാജ്യഭരണവും യുദ്ധം ചെയ്യാനൊന്നും ഇവർക്ക് കഴിയില്ല. അത് ക്ഷത്രിയൻ. സാധനങ്ങളുടെ ക്രയവിക്രയം ലോജിസ്റ്റിക് വേണ്ടേ? ആളുകൾ സാധനം എത്തിക്കുകയും കൊണ്ടുപോകും വേണ്ടേ? അത് വൈശ്യൻ. പണിയെടുക്കുന്നവൻ ശൂദ്രൻ. ആരെ ഈ ശൂദ്രൻ? NSSകാർ. NSSകാർ വരിക ശൂദ്രൻ. അതായത് സുകുമാരൻ നായരുടെ ടീമല്ല ശൂദ്രന്മാരാ. അവർക്കൊന്നും സ്കൂൾ പ്രവേശനം ഉണ്ടായിരുന്നില്ല. ശൂദ്രൻ. ബ്രഹ്മാവിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് ജനിച്ചവൻ, അല്ലേ? എൻ്റെ നാട്ടിൽ നിന്നൊരു സ്കൂളെ കുട്ടി ഈ കഥ മാഷ് പറഞ്ഞു കൊടുത്തപ്പോൾ ബ്രഹ്മാവിൻ്റെ മുഖത്തുനിന്നും കൈമെന്നും കാലുമെന്നും തൊടയുമെന്നും കാലുമെന്നും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഒരു സംശയം ചോദിച്ചിട്ട് ഓനെ പുറത്താക്കിയിട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു. കുട്ടി ചോദിച്ചൊരു സംശയം, ബ്രഹ്മാവിൻ്റെ ഭാര്യയല്ലേ മാഷെ സരസ്വതി? അതെ. പിന്നെ അവക്കെന്തായിരുന്നു ജോലി? ഇയാളിതെല്ലാം സൃഷ്ടിക്കും, പിന്നെ ഇയാളെന്തിനെ വിവാഹം കഴിച്ചേ? അപ്പോ ഈ ചാതുർവർണ്ണ്യത്തിലെ തൊഴിൽ വിഭജനം കഴിച്ചു ബാക്കി കുറെ ടീമുണ്ടേ. ആര്? ഈ നമ്പ്യാറും നായരും മേനോനും പൊതുവാളും കിടാവും അടിയോടിയും ഇത്രയും മാത്രമേ ശൂദ്രനുള്ളൂ കേരളത്തിൽ. കഴിച്ചു ബാക്കി കുറേ ഉണ്ടല്ലോ. അവരെയാണ് തന്തക്ക് ജനിച്ചതാണെന്ന് രാമസ്വാമി നായ്ക്കർ പറഞ്ഞത്. തന്തൈ പെരിയാറായത് അങ്ങനെയാണ്. ഈ മനുഷ്യരെ മനുഷ്യരായി പരിഗണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം, നായര് കഴിച്ച് ബാക്കിയുള്ളവർ ഒറ്റയും ഹിന്ദു അല്ല, അത് ബ്രഹ്മാവ് സൃഷ്ടിച്ചതല്ല. നായര് കഴിച്ച് ബാക്കിയുള്ളവരാരും ഹിന്ദു അല്ല. ചാതുർവർണ്ണ്യം സനാതന മൂല്യപ്രകാരം അല്ലേ? സനാതനത്തെ പറ്റി വലിയ വർത്തമാനം പറയുന്നില്ലേ? ഈ സനാതന മൂല്യങ്ങളുടെ പ്രത്യേകത ദക്ഷിണാമൂർത്തി സ്തവത്തിൽ പറയുന്നുണ്ട്, ചോദ്യമില്ല എന്നതാണ്. വൃക്ഷം വടതരോർ മൂലേ ഗുരുർ യുവാ ശിഷ്യാ വൃദ്ധാജ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ. ഒരു സംശയമില്ല, ചോദ്യമില്ല, ചോദ്യങ്ങളില്ല, ഉത്തരം മാത്രം പഠിക്കുക. നമ്മളെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇപ്പോഴും ചോദ്യം വായിക്കലും ഉത്തരം പഠിക്കലും അല്ലേ? രാജ്യം വളരില്ല, ചോദ്യമാണ് പഠിക്കേണ്ടത്. ചോദ്യത്തിൽ നിന്നാണ് ഉത്തരത്തുന്നത്, ചോദ്യത്തിൻ്റെ പിന്നിലാണ് ഉത്തരം ഫിറ്റ് ചെയ്യുന്നത്. ആ ചോദ്യമില്ല. അധ്യാപകരെന്താ ചെയ്യുക? ഉത്തരം വിളമ്പുന്നു, എന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് ആ ഉത്തരം ഇങ്ങ് വാങ്ങുന്നു. ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫോൺ തന്നിട്ട് ഞാൻ ചോദിച്ചിങ്ങ് വാങ്ങിയാൽ നിങ്ങളുടെ കയ്യിൽ ഫോണില്ലല്ലോ. അതുപോലെ പരീക്ഷ കഴിഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ ഉത്തരവില്ല. അധ്യാപകർ തന്ന് അധ്യാപകർക്ക് കൊടുത്തിട്ട് പോരുന്ന വിഡ്ഢിത്തമാണ് നമ്മുടെ വിദ്യാഭ്യാസം. അതിന് പകരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പഠിക്കണ്ടേ? അത് അംഗീകരിക്കാത്തതിനെയാണ് സനാതനം എന്ന് പറയുക. ഈ പറഞ്ഞു വെച്ചിരിക്കുന്നതിനപ്പുറത്തില്ല, പുതിയ ചോദ്യങ്ങളില്ല. പക്ഷേ ഈ പൗരോഹിത്യൻ മതത്തിൻ്റെ കയ്യിലേക്ക് ഭാരതത്തിലെ തത്വശാസ്ത്രം വരുന്നതിന് മുമ്പ് ചോദ്യമുണ്ടായിരുന്നു. ചാന്ദാഗ്യോപനിഷത്ത് പരിശോധിക്കുക. ഉദ്ദാലകാരുണിയുടെ പുത്രൻ ശ്വേതകേതു ഉന്നത പഠനത്തിനായിട്ട് പ്രവാഹട കൈവല്യൻ്റെ അടുത്ത് പോയി. പാഞ്ചാല രാജാവ പഠനം നടത്തി തിരിച്ചെത്തിയ ഉടൻ തന്നെ പഠിച്ച ഉത്തരങ്ങളല്ല അച്ഛനോട് പറഞ്ഞു കൊടുത്തത്, പുതിയ ചോദ്യമാണ്. ആ ചോദ്യമാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത്. പിതാവേ, ഞാൻ ആരാണ്? ഞാൻ എവിടുന്നാ വന്ന്? ഞാൻ എങ്ങോട്ടാ പോകുന്നത്? അതിന് മറുപടിയായിട്ടാണ് ഉദ്ദാലകാരുണി പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി, അത് നീയാകുന്നു ആ മഴത്തുള്ളി. തത്വമസി ശബരിമലേൻ്റെ മേലെ എഴുതി വെച്ചത്. എന്താ സംഭവം? യാദൃച്ഛിക സംഭവങ്ങളാണ് ഈ ജീവിതത്തെയും ലോകത്തെയും നിയന്ത്രിക്കുന്നത്. ആരും നേരത്തെ നിശ്ചയിച്ചതല്ല എന്നാണ് ഉദ്ദാലകാരുണി പറഞ്ഞു കൊടുത്തത്. മനസ്സിലായോ? ഒന്നും വിധിയല്ല, തലയിലെഴുത്തല്ല, യാദൃച്ഛിക സംഭവങ്ങളാണ്. പരമഭക്തനായിട്ട് അമ്പലത്തിൽ പോയിട്ട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞാൻ, എൻ്റെ നാട്ടിലെ ഇസ്മായിലിൻ്റെ കടയിൽ നടന്ന ഒരു യാദൃച്ഛിക സംഭവമാണ് എൻ്റെ ദൈവവിശ്വാസത്തെ പറ്റിയിട്ടുള്ള സംശയങ്ങൾക്ക് നേതൃത്വം നൽകിയത്. എൻ്റെ അമ്പലത്തിലെ പൂജാരി ആണ് ദൈവം എന്നായിരുന്നു എൻ്റെ വിശ്വാസം. കാരണം അയാളുടെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നാണ്. അപ്പോൾ ഇതാ ഈശ്വരൻ എന്നാണ് എൻ്റെ വിചാരം. ഒരു ദിവസം ഞാൻ ഇസ്മായിലിൻ്റെ കടയിൽ സാധനം വാങ്ങാൻ പോയപ്പോൾ ഈശ്വരൻ അതാ ഒരു ഓലക്കൊടയും ചൂടിയിട്ട് കടയിലേക്ക് വരുന്നു. എടാ, ഈശ്വരൻ ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നടക്കും. ഞാൻ ചെറിയ കുട്ടിയാ. ഈശ്വരൻ വന്നിട്ട് ഇസ്മായിലിനോട് പറയുന്നത്, അടുത്ത അഷ്ടമി ഉത്സവത്തിന് നിന്റെ കടം മുഴുവൻ തീർത്തു തരാം ഇസ്മായിലേ, നാളെ ഭഗവാന് കത്തിക്കാൻ വെളിച്ചെണ്ണയില്ല, കുറച്ചും കൂടി എണ്ണ തരണം, നീ വായ്പ തരണം, കടം തരണം. ഇസ്മായിൽ യാതൊരു പ്രശ്നമില്ലാതെ മുക്കി കൊടുക്കുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, ഇവിടെ ഹിന്ദുവായ ഒരു ദൈവം വന്നിട്ട് മുസൽമാനായി ഇസ്മായിലിനോട് കടം ചോദിക്കുക എണ്ണക്ക്, യാതൊരു മടിയില്ലാതെ. അതാണ് എൻ്റെ ജീവിതത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട നിമിത്തമായത്. നമ്മുടെ ജീവിതമെല്ലാം യാദൃച്ഛിക സംഭവങ്ങളാൽ രൂപപ്പെടുന്നതാണ്. ഇതാണ് ഉദ്ദാലകാരുണി പറഞ്ഞത്. പല വയലുകളിൽ നിന്ന് മണ്ണ് ശേഖരിച്ച് അതിനെ കൊണ്ട് കലമുണ്ടാക്കിയാൽ ആ കലത്തിൻ്റെ പക്കത്തിരിക്കുന്ന ഒരു തരി മണ്ണിന് പറയാൻ പറ്റുമോ താൻ ഏത് വയലിൽ നിന്ന് വന്ന മണ്ണാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി. പല പൂവുകളിൽ നിന്ന് തേന് ശേഖരിച്ച തേനീച്ച അത് തേൻവലയിൽ കൊണ്ടുപോയി വെച്ചാൽ ആ തേൻവലയിൽ ഇരിക്കുന്ന ഒരു തുള്ളി തേനിന് പറയാൻ കഴിയുമോ താൻ ഏത് പൂവിൽ നിന്ന് വന്ന തേനാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവഗണത്തിലും ഉണർന്നുദ്ദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായ ഉള്ള മാസ്മരിക ലോകമുണ്ട്. വയലാറിൻ്റെ സർഗസംഗീതത്തിലെ വരിയാണിത്. ആ മാസ്മരിക ലോകങ്ങളെ പരസ്പരം മിക്സ് ചെയ്ത് ഉണ്ടാകുന്ന പ്രക്രിയയാണ് പ്രപഞ്ചത്തിൻ്റെ വികാസം. അല്ലാതെ ഇത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൽ കൺട്രോൾ ചെയ്തിട്ട്
നീ എങ്ങനെയാവണം? കളഭച്ചുവരു വച്ച മേട്, ഇളം പൂ കല്യാണമാല, ഇന്നാർക്ക് ഇന്നാരെന്ന് എഴുതി വച്ചല്ലോ ദൈവം കല്ലിൽ. പഴയ കമലഹാസന്റെ പാട്ട്, സിനിമയിലെ പാട്ടാ. ഇന്ന പെണ്ണിന് ഇന്ന ചെക്കൻ, ഇന്ന ചെക്കൻ ഇന്ന പെണ്ണ് എന്ന് ദൈവം കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതേ വരൂ എന്ന നേരത്തെ എഴുതി വെച്ചതിൻ്റെ അനുസരിച്ച് നമ്മളെല്ലാം അതിനനുസരിച്ച് ആടുന്ന പാവകൾ മാത്രമാണെന്ന ബോധമാണ് സനാതനധർമ്മം. ചോദ്യം ചെയ്യപ്പെടാത്തത്. ഈ ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ട് പ്രോഗ്രഷൻ ഉണ്ടായില്ല, നിരന്തരം പുതുക്കലും വികാസവും ഉണ്ടായില്ല. എല്ലാ ചിന്തകളും അവിടെ തട്ടി വിധിവിശ്വാസത്തിൽ, ആ ദൈവവിശ്വാസത്തിൽ തട്ടിത്തീരുന്നു, അവിടെ തട്ടിത്തീരുന്നു. വികാസം എന്ന് പറയുന്ന ഇതാണ്. മേലോട്ട് പോകുന്നുണ്ടോ? ഇങ്ങനെ കാണിക്കുമ്പോൾ ഇത് മേലോട്ട് പോകുന്നുണ്ടോ? നിന്ന നിപ്പിൽ നിൽക്കുക. ഇതുപോലെ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി തിരിഞ്ഞ് പോവുക എന്നല്ലാതെ പുതിയ ചിന്തകളിലേക്ക് പോയില്ല. സോക്രട്ടീസുമാരും ഗലീലിയോമാരും ഐസക് ന്യൂട്ടന്മാരും ഇന്ത്യയിൽ വേണ്ടത്ര ഉണ്ടായില്ല. ഉണ്ടായത് എപ്പോഴാ? ആധുനിക വിദ്യാഭ്യാസവും ബ്രിട്ടീഷുകാരും ഇവിടെ വന്നതിന് ശേഷം. അതിനു മുമ്പ് ഇരുണ്ട യുഗത്തിലേക്ക് ഇന്ത്യ നയിച്ചത് പുതിയതിനെപ്പറ്റി അന്വേഷിക്കാനും ചർച്ച ചെയ്യാനും ആരും ഉണ്ടായിരുന്നില്ല. പണ്ട് സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹ എഴുതി വെച്ചിരുന്നു. മന്ത്രം ചൊല്ലുക എന്നല്ലാണ്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കില്ല. മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവോ? ഇല്ല. ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കൂല. പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പ്രതിമാം അപ്രബോധീനാം, പൊട്ടന്മാരുടേതാണ് പ്രതിമയിൽ എന്ന് എഴുതി വെച്ച നാടായിരിക്കും. അല്ലെ, കേട്ടിട്ടില്ലേ? അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദി ദൈവതം പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിനാം. ബ്രാഹ്മണർക്ക് അഗ്നിയിലാ ദൈവം. ഇവർ അമ്പലത്തിൽ പൂജ നടത്തുന്നത് എന്തിനാണെന്നറിയോ? നമുക്ക് വേണ്ടിയാ. അവർക്ക് ദൈവവും വിഗ്രഹവുമായിട്ട് ഒരു ബന്ധമില്ല ബ്രാഹ്മണർക്ക്. അതുകൊണ്ടാണ് അതിൻ്റെ സ്വർണ്ണപ്പാളി കട്ടുകൊണ്ടായിരിക്കാൻ ഒരു മടിയില്ലാത്ത തന്ത്രിക്ക്. കാരണം അവർക്ക് ഇതിൽ വിശ്വാസമില്ല. ഇവർ തന്ത്രിയും അതിൻ്റെ മന്ത്രം അറിയുന്ന ആളെ തന്ത്രി എന്നും തന്ത്രം അറിയുന്ന ആളെ മന്ത്രി എന്നാ പറയും, അല്ലേ? ഈ തന്ത്രി എന്ന് പേര് വന്നത് ദൈവത്തോട് സംസാരിക്കുവാനുള്ള മലയാള ഭാഷ, ഇംഗ്ലീഷ് ഭാഷയൊന്നും ദൈവത്തിന് മനസ്സിലാവില്ല. നമ്മളുണ്ടാക്കിയ ഭാഷയല്ലേ. ദൈവത്തോട് സംസാരിക്കാൻ ചില തന്ത്രവിദ്യകളുണ്ട്, ചില ഇങ്ങനെയൊക്കെ കാണിക്കുന്നില്ലേ? ആ കാണിക്കുന്നത് അറിയുന്നവൻ, അതാണ് തന്ത്രി. അവര് നമുക്ക് വേണ്ടി ആ പൂജ നടത്തുന്നത്. അവരുടെ ദൈവം അഗ്നിയില, ഹോമമാണ്. മനുഷ്യ, ഹേ മനുഷ്യ, വലിച്ചെറിയൂ നിന്റെ വിഷപാത്രം. ഇവിടെ അഗ്നികുണ്ഡങ്ങൾക്കുള്ളിൽ, ശാസ്ത്രം നിർമ്മിക്കുന്ന അഗ്നികുണ്ഡങ്ങൾക്കുള്ളിൽ വലിച്ചെറിയാനാ പറഞ്ഞ ഈ വിഷപാത്രം. അപ്പൊ ഈ സ്വാമിമാര്, സ്വാമിമാരല്ല, ബ്രാഹ്മണർക്ക് ദൈവം എന്ന് പറയുന്നത് എവിടെയാ? അഗ്നിയിലാണ്. മുനീനാം ഹൃദി ദൈവതം, അവർക്ക് പുറത്തൊന്നുമല്ല എവിടെയാ ദൈവം? ആത്മാവിൽ ആത്മാവിനെ കാണുന്നു. പ്രതിമാം അപ്രബോധീനാം, അപ്രബോധികൾക്ക്, വിവരം കെട്ടവർക്ക് പ്രതിമയിലാണ് ദൈവം. വിവരം കെട്ടവർക്ക് പ്രതിമയിലാണ് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. ആ വിവരം കെട്ടവരിങ്ങനെ അതും കേട്ടിട്ട് അതിൻ്റെ പുറകെ പോവുക. സർവത്ര സമദർശിനാം, സമദർശികൾക്ക് എല്ലായിടത്തും ദൈവമാണ്. അപ്പൊ ഈ പ്രതിമാ രാഷ്ട്രീയം നിങ്ങൾ നോക്കിയാട്ടെ, 40 വർഷമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ് 2 അടി നീളമുള്ളൊരു പ്രതിമയിലല്ലേ കേന്ദ്രീകരിക്കുന്നത്? അത് ഭരണപക്ഷമാവട്ടെ പ്രതിപക്ഷമാവട്ടെ എല്ലാവരും ബാബറി മസ്ജിദ് രാമക്ഷേത്രം അല്ലേ പറയുന്നത്. അത് പറയാത്ത ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലെ പ്രസംഗമുണ്ടോ? ആ നായർ KK നയ്യാർ എന്ന് പറയുന്ന ഒരാൾ 2 അടി നീളമുള്ള വിഗ്രഹം ബാബറി മസ്ജിദിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അല്ലേ ഈ ചൊറ മുഴുവൻ ഉണ്ടാക്കിയത്? ആ 2 അടി വിഗ്രഹത്തിന്റെ മേലെ ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യൻ സംസ്കാരവും ഇന്ത്യയിലെ സകല അധ്വാനവും സകല മൈക്കിന്റെ ഒച്ചയും അതിൻ്റെ പുറകെ നടക്കുകയായിരുന്നില്ലേ 40 വർഷമായിട്ട്? അദ്വാനിയുടെ രഥയാത്ര മുതൽ ആരംഭിക്കുകയായിരുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അത്രയും സമയം ഈ ലോകത്തിലുള്ള നന്മയെപ്പറ്റി, ലോകത്തിലുള്ള കവിതയെപ്പറ്റി, ലോകത്തിൽ പുതിയ സാഹിത്യത്തെ പറ്റി, ലോകത്തിലുള്ള പുതിയ ശാസ്ത്രതത്വങ്ങളെ പറ്റി, ലോകത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ചർച്ച ചെയ്യുകയോ പഠിക്കുകയോ ചെയ്തോ? ഇല്ല.
ഈ പണ്ടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പ്രതിമേന്റെ പിറകെ നടക്കുക നമ്മൾ, ഇന്ത്യയിലെ വിവരമുള്ളവരും വിവരമില്ലാത്തവരും എല്ലാം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ രാജ്യം വികസിക്കുക? ഇതിനെ ചോദ്യം ചെയ്യരുത് എന്നാണ് സനാതനത്തിൻ്റെ അർത്ഥം. അതിനെ ഇന്ത്യ തകർന്നു പോയത് അധുനാതനമില്ലാത്തത് കൊണ്ടാണ്. സനാതനമല്ല ലോകത്തെ വളർത്തുന്നത്, അധുനാതന സംസ്കാരമാണ്. ഏറ്റവും പുതിയതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും സത്യത്തിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യുക. ശാസ്ത്രവും പണ്ടത്തെ ദൈവവിശ്വാസത്തിൻ്റെ ആരംഭകാലത്തിലുള്ള ദർശനവും ശാസ്ത്രവും ഒരേ വഴിക്ക് സഞ്ചരിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. അറിയാവോ എന്താ? സത്യാന്വേഷണം. മതവിശ്വാസം ഉണ്ടാവും, മതങ്ങളുടെ കയ്യിൽ, പുരോഹിതന്മാരുടെ കയ്യിൽ ഇത് വരുന്നതിന് മുമ്പ് എന്താ പറഞ്ഞ്? സത്യബോധം അല്ലേ? സത്യത്തെ അന്വേഷിക്കാൻ. സത്യനായക മുക്തിദായക ക്രിസ്തു മതം. ഇസ്ലാം മതം അവർ തന്നെ പറയുന്നു സത്യാന്വേഷണ മതമാണെന്ന്. പിന്നെ ഇന്ത്യ പിന്നെ അസതോമാ സദ്ഗമയ, സത്യത്തിലേക്കുള്ള യാത്ര തന്നെ. പക്ഷെ ആ സത്യം അന്വേഷിക്കാൻ, സത്യം എന്താ നീ അന്വേഷിച്ച് കണ്ടെത്തണ്ട, ഞങ്ങൾ പറഞ്ഞു തരും. അതാ സനാതനം. സത്യം ഇതാണ്, ഇതിലപ്പുറം ഒരു സത്യമില്ല. അതാണ് ശിഷ്യാസ്തു ചിഹ്ന സംശയ. ഒരു സംശയമില്ലാത്ത ശിഷ്യന്മാർ, ചോദ്യമില്ല. ഈ സഹനാവവധു എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുകയും അതിൻ്റെ തത്വം ഉൾക്കൊള്ളുകയും ചെയ്യുക. സഹനാവ ഭുനക്തു, അത് നടക്കുന്നില്ല. ഇപ്പൊ പൂവിലെല്ലാം തേനുണ്ട്, തേനായ തേനെല്ലാം മണ്ണിൽ അടിഞ്ഞിട്ടും തൂവിപ്പോയിട്ടും മണ്ണിനെന്താ മധുരമില്ലാത്തത്? തേനൊരു ഭക്ഷ്യപദാർത്ഥമാണ്, അത് 24 മണിക്കൂർ കൊണ്ട് കെട്ടുപോകും. പക്ഷെ നമ്മൾ വാങ്ങുന്ന തേന് കെട്ടുപോകുന്നില്ല. എന്തുകൊണ്ടാ? ആ തേനീച്ച അത് കുടിച്ച് നേരിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുകയല്ല, അത് അതിൻ്റെ എൻസൈം ചേർത്ത് കുടിച്ച് ദഹിപ്പിക്കുന്നു. ഈ ദഹിപ്പിക്കൽ പ്രക്രിയ അവനവൻ്റെ ചിന്തയും പങ്കാളിത്തവും ഇല്ലാത്തതാണ് സനാതനം. അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടേ വെക്കുക, കണ്ണും പൂട്ടി വിശ്വസിക്കുക മാത്രമാണ് സനാതനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയുണ്ടായതും ഈ രാജ്യത്തെ അകർമ്മണ്യതയിലേക്ക് നയിച്ചതും അധ്വാനവും ചിന്തയും കൂട്ടിച്ചേർക്കാതിരുന്നതുമാണ് ഈ രാജ്യത്തെ തകർത്ത് കളഞ്ഞത്. ഇല്ലെങ്കിൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ വൻകിട രാജ്യങ്ങൾക്ക് തുല്യമായി ഉയരേണ്ടതായിരുന്നു. അന്നത്തെ ബുദ്ധി വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ ബുദ്ധി വെച്ചിട്ട് ഇന്ത്യയുടെ വളർച്ചയെ തകർത്ത് കളഞ്ഞ് ഇരുണ്ട യുഗത്തിലേക്ക് നയിച്ചതാരാ? ജാതി വ്യവസ്ഥയും ആ വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കുന്ന നാടുവാഴിത്ത സാമൂഹ്യ വ്യവസ്ഥയുമാണ്. നാടുവാഴിത്ത ജാതി വ്യവസ്ഥയും നാടുവാഴിത്ത സാമൂഹ്യ വ്യവസ്ഥയും തുല്യമാണ്. വടക്കൻ വീരഗാഥയിലെ MTയുടെ ഒരു സംഭാഷണവും ഇല്ലേ? മുള്ളുമൂത്ത മീനിനും വരിക്കപ്ലാവിൻ്റെ ചക്കക്കും വേണ്ടിയാണ് യുദ്ധം ചെയ്തതെന്ന്. ആ യുദ്ധമല്ലേ യഥാർത്ഥത്തിൽ മാമാങ്കം? മാമാങ്കത്തിൽ കൊല ചെയ്യപ്പെട്ട നമ്മൾ യുക്തിവാദ സംഘം അന്നത്തെ ആ കിണറിൽ ഒരു ഖനനം നടത്തിയിട്ട് അതിൻ്റെ കാർബൺ ടെസ്റ്റ് നടത്തണം. എത്ര ആൾ മരിച്ചിട്ടുണ്ടാവും? ആ കിണറ്റിൽ അസ്ഥി കൂടുണ്ടോ? ഇപ്പോൾ എത്ര ചാവേറുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്? അതൊക്കെ സഹിക്കാം. തിരൂരിൽ നിന്നൊരു മാപ്പിള കലാപക്കാരെ, മലബാർ ലഹളക്കാരെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂരേക്ക് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ റെയിൽവേ സ്റ്റേഷൻ വളഞ്ഞപ്പോഴാണല്ലോ ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയിട്ട് വിട്ട്. അതിൻ്റെ ആടുന്നല്ലോ ശ്വാസം മുട്ടി കുടിവെള്ളം കിട്ടാതെ പരസ്പരം കടിച്ചു കീറി നൂറുകണക്കിന് ആളുകൾ മരിച്ചത്. അതാണല്ലോ വാഗൺ ട്രാജഡി. ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വൻ സംഭവമാണ്. എന്നാൽ എത്ര ചാവേറുകളെ പട്ടിണിക്കിട്ട് കൊന്നിട്ടുണ്ട്. ഇപ്പോഴും പട്ടിണി തറയുണ്ട് അവിടെ. എവിടെ? മാമാങ്കം നടക്കുന്നിടത്ത്. കൊന്നിട്ട കിണറുമുണ്ട്, പട്ടിണിത്തറയുമുണ്ട് അവിടെ ഇപ്പോഴുണ്ട്. മാമാങ്കത്തെ വലിയ ആഘോഷിക്കുന്നില്ലേ? ആ മാമാങ്കം എന്ന് പറയുന്നത് നാടുവാഴിത്തത്തിൻ്റെ ഈഗോ ക്ലാഷിൻ്റെ ഏറ്റവും ഭീകരമായ രക്തസാക്ഷിത്വം ഉണ്ടാകുന്ന സംഭവമാണ് മാമാങ്കം. എത്ര ആളുകളെയാ കൊന്നത്? എല്ലാ മാമാങ്കം നടത്തുമ്പോൾ കുറേ ആൾ പോയിട്ട് മരിക്കലല്ലേ? എല്ലാവരും മരിച്ചിരുന്നില്ല. കൊല്ലപ്പെടാത്ത ആളെ മുഴുവൻ പട്ടിണി കിടന്നിട്ട് എന്തൊരു മനുഷ്യാവകാശ ലംഘനമാണ് നടന്നത്. ആയിരക്കണക്കിന് ആളുകളെയാണ് പട്ടിണിക്കിട്ട് കൊന്നത്. അറിയോ? കുടിവെള്ളം കൊടുക്കാതെ കൊന്നത്. ആര്? നാടുവാഴിത്തം.
എന്നിട്ട് ഇപ്പോൾ അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ആ മറ്റേ ഗരുഡം ഇതുകൊണ്ട് പോകുമ്പോൾ ഉറ്റിപ്പോയ സ്ഥലമല്ലേ കുംഭമേള നടക്കുന്നത്. പാലാഴി കടഞ്ഞിട്ട് അമൃതം കൊണ്ട് പോകുമ്പോൾ ഈ അമൃത് അസുരന്മാർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എയർലിഫ്റ്റ് ചെയ്തിട്ട് ഗരുഡൻ്റെ കൈ കൊടുത്തേൽപ്പിച്ചു. ഗരുഡൻ ഇതും കൊണ്ട് ആകാശത്ത് നിന്ന് താഴത്തിറങ്ങണ്ടേ. അപ്പം 4 സ്ഥലത്ത് ഇറങ്ങി. ആ 4 സ്ഥലത്ത് കൊണ്ടുവച്ചപ്പോൾ തുളുമ്പിപ്പോയി. അത് വെള്ളത്തിൽ വീണു. ആ വെള്ളത്തിൽ വീണ ആ അമൃതിൻ്റെ തുള്ളികൾ 12 വർഷം കഴിയുമ്പോൾ ആക്ടിവേറ്റ് ആവും. അതുകൊണ്ടാണ് ഈ 12 കൊല്ലം കൂടുമ്പോൾ ഈ കുംഭമേളക്ക് പോകുന്നത്. ആലോചിച്ച് നോക്കട്ടെ, എന്തൊരു ഗതികേടാണ്. ഏതോ പുരാണ കഥയിൽ പറഞ്ഞിരിക്കുന്ന അമൃതിൻ്റെ തുള്ളികൾ ഈ പുഴയിൽ ആക്ടിവേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് 5000 കോടി ഉറുപ്പി 25,000 കോടി ഉറുപ്പിയാണ് ആര് കൊടുത്തത്? കേന്ദ്ര ഗവൺമെന്റ് കുംഭമേള നടത്തണം. 5000 കോടി UP ഗവൺമെന്റ് കൊടുത്തു. വയനാട്ടില് ഉരുൾപൊട്ടൽ നടന്നാക്ക് 1 ഉറുപ്പ്യ കൊടുക്കാത്ത ടീമാണിത്. ആടെ ഇത്രയും പൈസ കൊടുത്തത് ഇല്ലാത്തൊരു കഥ. ഈ അമൃത് ആക്ടിവേറ്റ് ആവും പറഞ്ഞിട്ട് ആ അമൃത് ഉറ്റിപ്പോയത് രുദ്രപ്രയാഗിലും നാസിക്കിലും മറ്റേ 4 സ്ഥലത്താ. അവിടെയാ കുംഭമേള. ഭാരതപ്പുഴയിൽ ഉറ്റി ഒരു വിവരവും ഇല്ലല്ലോ നമുക്ക്. അതെന്തിനാ ഇവിടെ ഈ കുംഭമേള കൊണ്ടുവന്നത്? അത് പറഞ്ഞ ആള് വരും, ഇഷ്ടം പോലെ ആള് പോവാ. ഞാൻ ഇതിൻ്റെ വിശദമായ ചരിത്രം എഴുതിയിട്ടൊരു ലേഖനം എഴുതിയിട്ട് പ്രസിദ്ധീകരിച്ചിട്ട് എനിക്കുള്ള തെറിയും എനിക്കുള്ള ഭീഷണിയൊന്നും പറയണ്ട. ഭയങ്കര ഭീഷണിയാ. ഞാൻ കൃത്യമായിട്ട് ഈ മാമാങ്കത്തിൻ്റെ ചരിത്രം, എത്ര ആൾ കൊല്ലപ്പെട്ടു, എന്തിനായിരുന്നു മാമാങ്കം, അതും കുംഭമേളയും തമ്മിൽ എന്താ ബന്ധം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ ആള് ഒന്ന് കണ്ടാൽ ഈച്ച വരൂലേ? എന്താന്ന് ഞാൻ പറയുന്നില്ല ഇവിടെ. ഈച്ച വരൂലേ? അതുപോലെയായിരിക്കുന്നു ഇപ്പോൾ ദൈവവിശ്വാസം. എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാൽ മതി, ആളങ്ങ് വന്ന് പൊതിയാണ്. അതിൻ്റെ പിറകിൽ നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സുകാരുടെ നല്ല ശ്രമമുണ്ട്. ടൂറിസ്റ്റ് നാലമ്പല യാത്ര കണ്ടില്ലേ? നാലമ്പല യാത്ര, കുംഭമേള യാത്ര അല്ലേ? എന്ത് കുംഭോ? ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ ആർക്കും ആളുകൾ ഒത്തുകൂടും. പൈസ കൊടുക്കുന്നതിന് ഒരു മടിയുമില്ല ആളുകൾ. നമ്മളെ റിട്ടയറായ ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? റിട്ടയറായ ആളുകൾ പണ്ടല്ല റിട്ടയർ ആകുമ്പോഴേക്ക് സൈഡാവും. ഇപ്പം നല്ല ആരോഗ്യമില്ലേ? പണ്ടല്ലേ നമ്മളെല്ലാം പഠിപ്പിക്കുന്ന അധ്യാപകർ പിരിയാൻ നോക്കുമ്പോൾ നരച്ച് പൊളിച്ച് വയസ്സെത്തിയാവും. ഇപ്പം പിരിയാൻ പോകുന്ന പിരിഞ്ഞ മാഷന്മാരുടെ ഫോട്ടോ വെറുതെ തമാശക്കൊന്ന് മാട്രിമോണിയിൽ കൊടുത്താൽ 100 കണക്കിന് പ്രപ്പോസൽ വരും. അത്ര യുവത്വമാണ്. അവരുടെ കർമ്മശേഷിയെ പൂർണ്ണമായി ഉപയോഗിക്കുന്നത് ഒരു ടെൻഷനും ഇല്ലല്ലോ. അമ്പല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയാൽ ഈ തങ്ങളെ നാട്ടിലൊക്കെ തെയ്യപ്പറമ്പിൽ ഉള്ളിന്ന് വലിച്ച് ഇപ്പുറം കെട്ടിയാലുള്ള ബലൂണില്ലേ, ബലൂൺ ഊതിയിട്ട് അപ്പുറത്തുനിന്ന് വലിച്ചിട്ട് ഇപ്പുറത്തുനിന്ന് കെട്ടിയാൽ നടുക്കൊരു കുഴിയിലൊരു ബലൂണുണ്ട്. ഈ ബലൂണ് പോലത്തെ ഒരു കുംഭ വേണം, പൊക്കിളങ്ങ് കുഞ്ഞിട്ട് വലിയൊരു കുംഭ. എന്നുവെച്ചാൽ വേഷ്ടീൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കുംഭയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്പല കമ്മിറ്റി പ്രസിഡന്റ് ആവാം. ഈ റിട്ടയറായ ആളുകൾ മുഴുവൻ അങ്ങ് അതിലേക്ക് കേന്ദ്രീകരിക്കുക. സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോൾ സാധാരണ മനുഷ്യരെ ഒരുവിധത്തിലും സഹായിക്കാതെ ഉപദ്രവിച്ച ഭീകരന്മാരാണ് ഇവർ പലരും. എന്നിട്ട് അമ്പലത്തിൻ്റെ ആളായിട്ട് നാട്ടിൽ വന്നിങ്ങനെ മുഖ്യസ്ഥനെന്നിരിക്കും. ഒരു ടെൻഷനും ഇല്ല. കാരണം ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പോയാൽ പൈസ പിരിക്കണം, പൈസ ഉണ്ടാക്കണ്ടേ, കൃത്യമായി യോഗം ചേരണം, ഇലക്ഷന് വീട് കയറണം. ഇതൊന്നും പ്രശ്നമില്ല. അവിടെ ഇങ്ങനെ നിന്നാൽ മതി, വിസറിയും വീശിയിരുന്നാൽ പൈസ ഇങ്ങ് വന്നോളൂ, ആൾ വരും, നമസ്കരിക്കും, മുഖ്യസ്ഥനാവും. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക അല്ലേ? എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്ന് പറഞ്ഞ് പണ്ടൊരു കണക്കുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? വഴിക്രമത്തിലല്ലാതെ ഷോർട്ടിൽ ഉത്തരം കിട്ടാനുള്ള സൂത്രം. അപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു ചെക്കൻ കോപ്പി അടിച്ച് മാഷ് പിടിച്ചേരം മാഷോട് പറഞ്ഞു ഇതാ ഏറ്റവും എളുപ്പ വഴി കോപ്പി അടിക്കൽ. അതുപോലെ എളുപ്പവഴിയിൽ ആളാകാനും എളുപ്പവഴിയിൽ പണക്കാരനാകാനുള്ള സൂത്രപ്പണിയായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ പോവുക. ഇതിൻ്റെ എല്ലാം പിറകിലുള്ളത് ഈ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത, കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന വിഡ്ഢികൾ ഈ രാജ്യത്ത് ഒരുപാടുണ്ട്. ആ വിഡ്ഢികൾ ഉള്ളിടത്തോളം സനാതന ധർമ്മത്തിനും സനാതന മൂല്യത്തിനും പ്രാധാന്യമുണ്ട്. സനാതനം എന്ന വാക്കിനൊരു വൃത്തികേടും ഇല്ല കേട്ടോ. സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാത്തത് പ്രകൃതി നിയമങ്ങൾ മാറാതെ നിൽക്കുകയല്ലേ. അച്ഛനെ അച്ഛാന്ന് വിളിക്കണമെന്നത് മാറ്റാൻ പറ്റുമോ? അച്ഛനെ മോനെ എന്ന് വിളിക്കാൻ പറ്റുമോ? മാറേണ്ടത് കുറേയുണ്ട്, മാറാൻ പാടില്ലാത്തത് കുറേയുണ്ട്.
അത് മനുഷ്യന്റെ കാലഘട്ടത്തിനും ദേശത്തിനും അനുസരിച്ച് മാറേണ്ടതിനെ മാറ്റുകയും മാറാൻ പാടില്ലാതെ മാറ്റാതിരിക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് അധുനാതനം എന്ന് പറയാം. എന്നാൽ ഇപ്പോൾ മാറേണ്ടതൊന്നും മാറുന്നുമില്ല, മാറാൻ പാടില്ലാത്തതെല്ലാം മാറിപ്പോവുകയും ചെയ്യുന്നു. അതാണ് ഇത്രയും സനാതന മൂല്യവും മറ്റൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ നാട്ടിൽ നന്മ വളരുന്നുണ്ട്. ഇത്രയും അമ്പലവും പള്ളിയും പ്രാർത്ഥനയും വരുമ്പോൾ മനുഷ്യന്മാർ നന്മ വളരുന്നുണ്ടോ, സ്നേഹം വളരുന്നുണ്ടോ, കരുണ വളരുന്നുണ്ടോ, ദയ വളരുന്നുണ്ടോ? ഇതൊന്ന് എടുത്തു നോക്കിയ കണക്ക്. നമ്മളെ കുട്ടികളെല്ലാം നല്ല ബുദ്ധിയുണ്ട്. എന്തിനാ ബുദ്ധി? നല്ലോണം പഠിക്കുന്നു. എന്തിന്? A+ കിട്ടാൻ. എന്നിട്ടോ എൻട്രൻസ് കോച്ചിങ്ങിന് ചേരാൻ അല്ലേ? കഴിഞ്ഞ വ്യാഴാഴ്ച പാലയിൽ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ അധ്യാപകർക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ വിഷയം ബുദ്ധിയും മനസ്സുന്നാ. ബുദ്ധി വളരുമ്പോൾ കുട്ടികൾക്ക് മനസ്സ് വളരുന്നിലേക്ക് കുഴപ്പമെന്ന് അന്ന് ഞാൻ ഒരു 2 മണിക്കൂർ എടുത്ത ക്ലാസ്. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ പേര് വരുന്നു. പേര് വന്നിട്ട് ഏതും പ്രൊഫഷണൽ കോഴ്സിന് ചേരുന്നു. എന്നിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടി, ജോലി കിട്ടുന്നു, ശമ്പളം കിട്ടുന്നു. എന്തിനാ ശമ്പളം? കൊട്ടാരം പോലത്തെ ഒരു വീടെടുക്കും. വീടെന്തിനാ? വീടോ എന്നിട്ട് ആനക്ക് പോലും കടക്കാൻ പറ്റാത്തൊരു മതിൽ കിട്ടും. എന്നിട്ട് റിമോട്ട് കൺട്രോളിൻ്റെ ഒരു ഗേറ്റ് പിടിപ്പിക്കും. ഇതല്ലേ പുതിയ സങ്കല്പം. എന്നിട്ടോ അവിടെ ഒരുപാട് ചെടി വാങ്ങി പിടിപ്പിക്കും. നല്ല ചെടിയാണ് മിക്ക വീട്ടിലും. പക്ഷെ ഇത് ആരെ കാണുന്ന? നാട്ടുകാരെ കാണാൻ പെടൂല. മതിൽ കെട്ടിയിട്ടുണ്ട്. വീട്ടുകാർ കാണുമോ? വാതിൽ ഓർക്കൂല. ഒരു വീടിൻ്റെ വാതിൽ ഓർക്കൂല. പിന്നെ എന്തിനാ ഈ ചെടി? എന്നിട്ട് അയൽപ്പക്കത്തുമായിട്ട് ഒരു ബന്ധവും ഇല്ല. രാത്രി ഒരു 9:30 ഗേറ്റ് തുറക്കും. എന്തിന്? ഇവൻ മനുഷ്യനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് പട്ടീനെ വാങ്ങിപ്പോറ്റു. ഈ പട്ടീനെ വിസർജിക്കാൻ വേണ്ടി മാത്രം ഗേറ്റ് തുറക്കുന്ന കുറേ കഴുതകൾ ഉണ്ടാകുന്നുണ്ട്. ഇത്രയും അമ്പലവും പള്ളിയും പ്രാർത്ഥനയും വർദ്ധിക്കുമ്പോൾ ഇത്തരം കഴുതകളുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യത്വം വളരുന്നില്ല? എന്തുകൊണ്ട് സ്നേഹം വളരുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസത്തിന്റെ പേരിലുള്ള സനാതനമെന്ന് പറയുന്ന നല്ല മൂല്യങ്ങളെല്ലാം തന്നെ തകർന്നുകൊണ്ടിരിക്കുകയും ഈ ജനതയുടെ വികാസത്തെ തടസ്സപ്പെടുത്തുന്ന അന്ധവിശ്വാസങ്ങൾ, പൂജാതി കർമ്മങ്ങൾ. എന്താ കർമ്മം? രാമായണത്തിൽ കർമ്മം, എന്തൊക്കെ കർമ്മം എന്ന് പറഞ്ഞ് രാമൻ പറയുന്നുണ്ട്. ഇതെന്തൊരു വൃത്തികേടാണ്. ദൈവം ഇങ്ങനെ പറയാ, എനിക്ക് എന്തല്ല വേണ്ടത്, എനിക്ക് എന്തെല്ലാം പൂജ വേണം, ആ പൂജയിൽ എന്തെല്ലാം ദ്രവ്യങ്ങൾ വേണം എന്ന് രാമൻ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കും. ആരോട്? ലക്ഷ്മണനോടും സുഗ്രീവനോടും വിശദീകരിക്കുന്ന ഒരു അധ്യായമുണ്ട് രാമായണത്തിൽ. രാമായണത്തിലെ ഏറ്റവും വൃത്തികെട്ട ഭാഗമാണത്. ഒരു ദൈവം പറയാ എനിക്കിങ്ങനെ വേണം. ഒരു മനുഷ്യൻ, നിങ്ങൾ ഒരാളുടെ മുന്നിൽ വന്ന് നിന്നിട്ട് 1000 പ്രാവശ്യം നിങ്ങളുടെ പേര് പറഞ്ഞാൽ നമുക്ക് വട്ടായി പോയില്ലേ? ഈ ദൈവത്തിന്റെ പേര് 1000 തവണ ഉച്ചരിച്ച ദൈവം സന്തോഷ്ടനാണ് എന്ന് ഇവിടെയാ പറഞ്ഞത്. എന്ത് മനഃശാസ്ത്രമാണ് അതിന്? ഇതിങ്ങനെ ഇത്ര പ്രാവശ്യം നാമം ചൊല്ലിക്കണം, ഇന്ന ഭക്ഷണങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആനിൽ ഒരു വരിയുണ്ട്, നീ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിനൊരു നേട്ടമില്ല, നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിനൊരു കോട്ടവും ഇല്ല. എത്ര മനോഹരമായ വരികളാണത്. 2 കൊല്ലക്കാലം സകല അമ്പലങ്ങളും പള്ളികളും പൂട്ടിക്കിടന്നല്ലോ ലോക്ക്ഡൗണിൽ. പമ്പാ ഗണപതിയാവട്ടെ, കൊട്ടാരക്കര ഗണപതിയാവട്ടെ, പിന്നീതാ കാര്യമായ ഗണപതി, കൊട്ടാരക്കര ഗണപതി, പമ്പാ ഗണപതി, പഴവങ്ങാടി ഗണപതി. ഈ ഗണപതി ലംബോദരനാണ്, വലിയ വയറാണ്. കൊട്ടത്തേങ്ങ, കുരുകടലക്ക, ഞെട്ടറ്റുള്ള പഴം, പഞ്ചസാര ദിവസവും ഇങ്ങനെ ഗണപതി ഹോമത്തിൽ ഹവിസ് കൊടുക്കും. 2 കൊല്ലം കിട്ടാണ്ട് നട തുറന്നപ്പോൾ ഗണപതിയുടെ ലംബോദരം 6 പാക്കായോ. വലിയ കുടവയറിനായ ഗണപതി ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞു പോയോ എന്ന് അമ്പലത്തിൽ പോയി ചോദിക്കാറുണ്ട് ഞാൻ. അത് ചോദിക്കണം. നമ്മൾ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ നിന്ന് അകന്നു വന്നാൽ അത് വേറൊരു സെക്ഷനാ. ആടെ പോയി ഇടപെടണം. മഹാഭൂരിപക്ഷം മനുഷ്യർ അവരെല്ലാം പൊട്ടന്മാരാന്ന് പറഞ്ഞ് അവരെ വിട്ടുകളല്ല. വിവരമില്ലാത്ത സാധാരണ മനുഷ്യരാണ് അവര്. അവരുടെ അടുത്ത് വികാസത്തിന്റെ യുക്തികൾ പറഞ്ഞു കൊടുക്കാൻ പോകണം നമ്മൾ അങ്ങോട്ട്. കാരണം നമ്മൾ 1000 പൊതുയോഗം വെച്ചാലും 1000 ലേഖനം എഴുതിയാലും ഇതൊരൊറ്റ വരി പോലും ഇവർ വായിക്കൂല. ഈ സനാതനികൾ വായിക്കൂല. അവരുടെ അടുത്ത് പോയിട്ട് പറയണം. ദൈവവിശ്വാസം മനുഷ്യന്റെ നന്മയ്ക്കും സ്നേഹത്തിനും ഒക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് അവസാനം ദൈവവിശ്വാസം മനുഷ്യന്റെ വികാസത്തിന് തടസ്സപ്പെടുത്തുന്ന പ്രക്രിയ. പാശ്ചാത്യ ലോകത്ത് ദൈവവിശ്വാസമുണ്ട്, ആ കൂട്ടത്തിൽ ശാസ്ത്രവിശ്വാസമുണ്ട്.
അത് രണ്ടും സമാന്തരമായി പോയി. ഇന്ത്യ രാജ്യത്ത് നടന്നില്ല. അതാ ഇന്ത്യ പുറകോട്ട് പോയത്. ഇന്ത്യ രാജ്യത്ത് ശാസ്ത്രത്തിൻ്റെ പുറകെ സഞ്ചരിക്കുന്നവരുടെ എണ്ണം തീരെ ഇല്ലെന്ന് പറയുന്നില്ല, അതിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു. അവരും റോക്കറ്റ് അയക്കുമ്പോൾ ഗണപതി ഹോമം നടത്തിയിട്ട് അയക്കും. ആകാശത്തേക്ക് റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ സമയത്ത് തേങ്ങ ഉടച്ചിട്ട് വിടുന്ന ടീമല്ലേ ആര്? ISROയിലുള്ള. അപ്പൊ അത്തരത്തിൽ സനാതന മൂല്യം എന്ന് പറയുന്നത് ഒന്നും തിരുത്താൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടെന്ന് എഴുതി വെച്ചത് വിശ്വസിച്ചതാണ് ഇന്ത്യക്ക് പറ്റിയ അബദ്ധം. ആ ഇന്ത്യയുടെ ഫിലോസഫി തകർന്നു, ഇന്ത്യയുടെ എക്കണോമിക്സ് തകർന്നു, ഇന്ത്യയുടെ കൾച്ചർ തകർന്നു, ഇന്ത്യയുടെ ജനകീയ ബന്ധം തകർന്നു, സഹിഷ്ണുത തകർന്നു, അന്ധകാരം, വെറുപ്പിൻ്റെ തത്വശാസ്ത്രം വളർന്നു. ഇപ്പം നിങ്ങൾ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, പ്രാർത്ഥനകൾ അട്ടഹാസങ്ങളായി അല്ലേ? അട്ടഹാസമാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ഈ രാവണനെ കൊന്ന രാമൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ബഹളം വെക്കുന്നവനെ കൊന്നവെന്നാ. രാവണൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? രവമുണ്ടാക്കുന്നവൻ, ബഹളം വെക്കുന്നവൻ എന്നാണ് രാവണൻ. എന്നാൽ ഇപ്പോൾ രാമഭക്തന്മാരെ ഏറ്റവും വലിയ ബഹളം വെക്കുന്നത്. അതാണ് തമാശ. ശാന്തമായി നിൽക്കുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങളും പ്രതിമകളെല്ലാം മാറിയിപ്പോ. കണ്ടോ നിങ്ങൾ? കലിപ്പൻ ഹനുമാൻ, കലിപ്പൻ രാമൻ കണ്ടിട്ടുണ്ടോ? കോപിഷ്ഠനായിട്ട് നിൽക്കുന്ന ദൈവങ്ങളെ ചിത്രം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രമായി കൊണ്ടിരിക്കുകയാണ്, അസഹിഷ്ണുതയുടെ പ്രത്യയശാസ്ത്രമായി കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഗാന്ധിയെ, ഇന്ത്യ കണ്ട ആദ്യത്തെ A+കാരൻ ഗാന്ധിയാണ്. താൻ പണിയെടുത്ത വേദാന്തം പ്രസംഗിച്ചാൽ പോരാ, കോതമ്പം കൃഷി ചെയ്യണമെന്ന് പറഞ്ഞു അദ്ദേഹം. തൻ്റെ വസ്ത്രം താൻ നൂറ്റുണ്ടാക്കണമെന്ന് പറഞ്ഞ ഖാദി പ്രസ്ഥാനം. ഗാന്ധി ഇന്ത്യയിൽ വന്നിട്ട് ആദ്യത്തെ സമരത്തിൽ പങ്കെടുത്തത് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരത്തിലാ. അറിയണം, തൊഴിലാളികളുടെയും കർഷകരുടെയും കൂടെ നിന്ന ആളാണ് ഗാന്ധി. അദ്ദേഹം ചിന്തയും കർമ്മവും ചാലിച്ചു ചേർത്ത ഗാന്ധിയാണ്. അതാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞാൽ കർമ്മം എന്ന Xും ചിന്ത എന്ന Yയും ചേർത്തതാണ് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായത്. അല്ലാതെ അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ നയിച്ചതുകൊണ്ട് മാത്രമല്ല, നമുക്കൊരു ദർശനം തന്നു അദ്ദേഹം. എന്താ ദർശനം? കർമ്മവും ചിന്തയും ഒത്തുചേരണമെന്ന്. പഴയൊരു മലയാള സിനിമാ പാട്ടുണ്ടല്ലോ, തപസ്സു ചെയ്ത് ആട്ടിടേന് വീണ കൊടുത്ത കഥ കേട്ടിട്ടുണ്ടോ? ചെമ്പകപ്പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ പണ്ടൊരിക്കലൊരാട്ടിടയൻ തപസ്സിരുന്നു, വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണ അവനു നൽകി എന്നാണെങ്കിൽ ആപ്പിൾ ഫോണ് കൊടുത്തു എന്ന് പറയാം. തങ്ക സ്വപ്ന ശതങ്ങളാം തന്ത്രികൾ കെട്ടി, അതിൽ സുന്ദര പ്രതീക്ഷകൾ തൻ ചായം പൂരട്ടി, ആർത്തലയ്ക്കും ഹൃദയത്തിൽ തുളുമ്പിയ രാഗങ്ങൾ രാത്രിയും പകലും അവൻ വീണയിൽ മീട്ടി. ഇതിനല്ലേ ഇപ്പൊ നടക്കുന്നത്? എല്ലാം രാവ് പകല്, യാത്ര, നമസ്കാരം, പൂജ. ആ മധുര സംഗീതത്തിൻ ലഹരിയാലെ സ്വന്തം ഭൂമി ദേവിയെ പാവം മറന്നുപോയി. ശ്യാമളമാം ഭൂമിയാകെ പാഴ്മരുവായി മാറിപ്പോയി. പാവമപ്പോൾ പശിയാലെ പാട്ടു നിർത്തി. വിശന്നപ്പോൾ പാട്ട് നിർത്തി. കാത്തു നിൽക്കും വയലിൽ തൻ കലപ്പയൂന്നി, സ്വന്തം വേർപ്പു കൊണ്ടു വിതയ്ക്കുവാൻ അവനിറങ്ങി. എന്നുമെന്നും സമൃദ്ധിതൻ പൊന്മണികൾ വിളയിക്കാൻ മന്നിതിൻ്റെ മകനായിട്ടവനിറങ്ങി. പണിയെടുക്കണമെന്നാ, പണിയെടുക്കണം. പണിയെടുക്കാതെ ഉണ്ണാനുള്ള സൂത്രപ്പണിയാണ് സനാതനധർമ്മം. മനസ്സിലായോ? അത് ഇന്ത്യ രാജ്യത്തിൻ്റെ വികാസത്തെ തകർത്തു കളഞ്ഞു. അതുകൊണ്ട് ഈ സനാതന മൂല്യത്തിനെതിരെ അധുനാതന സങ്കല്പത്തിൻ്റെ വഴിയിലൂടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ മാറ്റിയെടുക്കണം. വല്ലാത്ത അവസ്ഥയാണിപ്പോൾ. രാഷ്ട്രീയ പാർട്ടികളെല്ലാം അമ്പലത്തിൻ്റെ പുറകെ പോവാ. അമ്പലത്തിൽ മറ്റേ കൂട്ടർ പിടിക്കുമെന്ന് പേടിച്ചിട്ട് നിങ്ങൾ പോയിട്ട് കമ്മിറ്റീൻ്റെ ആളാണെന്ന് പറയും. അവസാനം ഇവരും നോക്കുമ്പോൾ അങ്ങോട്ട് തന്നെ പോവാ എന്നൊരവസ്ഥയാണ്. ഈ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രത്തെ ബോധ്യപ്പെടുത്താൻ ഈ സെമിനാർ കൊണ്ട് നമുക്ക് കഴിയണം. ആരെ? പുതിയ യുവാക്കളെ. നമ്മുടെ കോളേജുകളിൽ പോകണം, സ്കൂളുകളിൽ പോകണം,
കുട്ടികളെ ഇത് ബോധ്യപ്പെടുത്തണം. മക്കളെ, നിങ്ങൾ ഈ പ്ലസ് ആവണം എന്ന് പറഞ്ഞ പ്ലസ് കുറേ ഓർമ്മശക്തി പരീക്ഷിച്ചിട്ട് മാർക്ക് കിട്ടിയാലൊന്നും പ്ലസ് ആവില്ല. പ്ലസ് ആവണമെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിക്കണം, അനുഭവങ്ങൾ പഠിക്കണം. അല്ലാതെ എല്ലാ പെൺകുട്ടികളെ കാലിന് പോലും ഇപ്പൊ കെട്ടാണ്. കണ്ടിട്ടുണ്ടോ? കാലിന് കെട്ട് കണ്ടിട്ടുണ്ടോ? കാലിന് കെട്ട്, കൈക്ക് കെട്ട്, കുറേ കെട്ടുകളാണ്. അവനവനിൽ വിശ്വാസമില്ല, ഈ കെട്ടില വിശ്വാസം. അല്ലേ തന്നെ നാട്ടിൽ ഇപ്പൊ സിനിമയിലേ പ്രേതമുള്ളൂ. അതിനൊരു വിഷയമുണ്ടല്ലോ ഇവിടെ. എൻ്റെ നാട്ടിലൊക്കെ ചെറുപ്പത്തിൽ എത്ര പ്രേതഭൂതാതുക്കളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആവാഹനം നടത്താറുണ്ട്. ഇപ്പോൾ ഉണ്ടോ? കരണ്ട് വന്നതോടുകൂടി പ്രേതങ്ങളെല്ലാം ആകാശത്തൂടിയല്ലേ പോവുക, എല്ലാം ലൈന് തട്ടി ചത്തുപോയി. ഇപ്പം നാട്ടിൽ പ്രേതങ്ങൾ പോയി. എന്നാൽ പ്രേതങ്ങൾ പുതിയ രൂപത്തിൽ തിരിച്ചു വരികയാണ്. പുതിയ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ തിരിച്ചു വരികയാണ്. തൃശ്ശൂരുള്ള കുട്ടിച്ചാത്തൻ മഠത്തിൻ്റെ എണ്ണം കുറഞ്ഞിട്ടില്ല, ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇല്ലേ? എത്രയാ മഠം? കുട്ടിച്ചാത്ത മഠങ്ങൾ കൂടുകയാണ്. സാന്നിധ്യ ക്ഷേത്രാണി ബിംബാണി ത്രേണി ലഗ്നേന ചിന്തയിൽ ഭാര്യ വെക്കുന്ന ടീമിന്റെ എണ്ണം കൂടിയില്ലേ? അതിലൊരുത്തം പീഡന കേസ് പ്രതിയായി അല്ലേ? രാഹു എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്ത് എവിടെയും കൊണ്ടെങ്കിൽ തെളിയുകയാണെങ്കിൽ എൻ്റെ പേരിലുള്ള 20 സെന്റ് സ്ഥലവും വീടും അവർക്ക് ഞാൻ എഴുതി കൊടുക്കാമെന്ന് ഞാൻ പരസ്യമായിട്ട് പയ്യന്നൂരിന്ന് വെല്ലുവിളിച്ച. ഇതുവരെ വെല്ലുവിളി എന്നെ, എന്നിട്ടിപ്പോൾ ഒരുപാട് ആൾ എന്നെ തർക്കത്തിന് വിളിക്കുന്നുണ്ട്. രാഹു ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു തരാം. ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് എങ്ങനെ തെളിയിക്കാനാണ്? ഇപ്പോഴും രാഹുവിൻ്റെയും കേതുവിൻ്റെയും പറയാൻ പോവല്ലേ നമ്മുടെ സ്കൂളിലെ മാഷന്മാർ. സൂര്യൻ ചന്ദ്രനും സൂര്യൻ്റെ ഭൂമിയുടെ മറവ് കൊണ്ട് ചന്ദ്രനിൽ വെളിച്ചം ഇല്ലാതാവുന്നതാണ് ചന്ദ്രഗ്രഹണമെന്നും ചന്ദ്രൻ്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാവുന്നതാണ് സൂര്യഗ്രഹണമെന്നും സ്കൂളിൽ പഠിപ്പിക്കും മാഷ്. ഒരറിവ്, ഒരു വിവരം, നോളജ് ആവണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം. അതൊന്ന് സത്യമായിരിക്കണം, 2 അതിനൊരു യുക്തി ഉണ്ടാവണം, ഒരാളെ ബോധ്യപ്പെടുത്താൻ പറ്റണം, 3-മത്തത് പറയുന്ന ആൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാവണം. ഇത് 3ഉം ചേർന്നാലേ ഒരു ഇൻഫർമേഷൻ നോളജ് ആവും. ഈ പഠിപ്പിക്കുന്ന മാഷന്മാർക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ഈ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഇങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ, ഇവൻ്റെ ഒക്കെ മക്കളെ കല്യാണത്തിന് രാഹുകാലം നോക്കുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് അറിവാവുന്നത്? നമ്മുടെ അധ്യാപകരാണ് ഭയങ്കര അന്ധവിശ്വാസികൾ ഇപ്പോൾ കേട്ടോ. അധ്യാപകർ, ശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകർ പോലും അന്ധവിശ്വാസികളായി മാറുകയാണ്. അതുകൊണ്ട് വല്ലാത്തൊരു ഘട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ ലോകത്തെ രക്ഷപ്പെടുത്തണം. ബൗദ്ധിക മണ്ഡലങ്ങളിലേക്ക്, അറിവിൻ്റെ മണ്ഡലങ്ങളിലേക്ക്, അധുനാതന ചിന്തകളിലേക്ക് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ യുക്തിബോധമുള്ളവർ, നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ആര് കേൾക്കുന്നു? നമ്മളിവിടെ ചർച്ച ചെയ്ത് ആര് കേൾക്കുന്നുണ്ടോ? കേൾക്കേണ്ടവർ കേൾക്കണ്ടേ? അതുകൊണ്ട് നമ്മൾ അല്പാൽപ്പം പുറത്തേക്ക് ഇറങ്ങണം. നമ്മൾ പോയിട്ട് ചിലപ്പോൾ അടി കിട്ടിയെന്ന് വരും, അതൊന്നും പ്രശ്നമല്ല. അടി കിട്ടിയെന്ന് വരും, ഏറ് കിട്ടിയെന്ന് വരും, എന്നാലും കുറച്ച് ഇടപെടണം. നമ്മൾ കൊട്ടാരം ബുദ്ധിജീവികളാവാതെ, ഹാളുകളിലെ ബുദ്ധിജീവികളാവാതെ തെരുവിലിറങ്ങിയിട്ട് ഇതിനെ വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോടും കേട്ട നിങ്ങളോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നർമ്മങ്ങൾ നിറഞ്ഞ സരസമായി സുരേഷ് ബാബു സംസാരിച്ചത് അത്രയും ഇന്ത്യയുടെ ഭീകരമായ അവസ്ഥകളെക്കുറിച്ചാണ്. അദ്ദേഹം നമുക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ തന്നു. യുക്തിവാദ പഠന കേന്ദ്രം ആ മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. സുരേഷ് ബാബുവിന് മെമൻറ്റോ സമർപ്പിക്കുന്നതിനായി ശ്രീമതി ബിജു ഗേപിയെ വിളിക്കുന്നു.